നമസ്കാരം. ജില്ലാ വാർത്തകൾ. പരിശുദ്ധ റമദാനിൽ വിശ്വാസികൾ വ്രതശുദ്ധിയുടെ നിറവിലാണ്. നോമ്പുതുറകളും മതപ്രഭാഷണങ്ങളും സജീവമാണ്. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. സിപിഎമ്മിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെ കലാപം നടത്താൻ തയ്യാറുള്ള അണികളെ സ്വാഗതം ചെയ്യുമെന്ന് RMP. ഭയം കൊണ്ടാണ് തട്ടിപ്പുകാർക്കെതിരെ പരാതികൾ നൽകാൻ ജനങ്ങൾ മടിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. ഓപ്പറേഷൻ ആന്റി ഗുണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് അദാലത്ത്. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ മേഖല പൂർണ്ണമായും കച്ചവടത്തിന് തീരെഴുതി കൊടുക്കുന്ന നിലപാടാണ് UDF സർക്കാരും ആരോഗ്യമന്ത്രിയും സ്വീകരിക്കുന്നതെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. വിശദമായ വാർത്തകളിലേക്ക്. ഭയം കൊണ്ടാണ് തട്ടിപ്പുകാർക്കെതിരെ പരാതി നൽകാൻ ജനങ്ങൾ മടിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി AV ജോർജ്. ഓപ്പറേഷൻ ആന്റി ഗുണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച അദാലത്തിന് ശേഷം ജില്ലാ വാർത്തകൾക്ക് അനുവദിച്ച അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ ആന്റി ഗുണ്ട നടപടിയുമായി ബന്ധപ്പെട്ട് അദാലത്ത് സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് ഓഫീസിൽ കമ്മീഷണർ AV ജോർജ്, കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ KK മൊയ്തീൻകുട്ടി എന്നിവർ പരാതിക്കാരിൽ നിന്ന് നേരിട്ട് പരാതികൾ സ്വീകരിച്ചു. ജനങ്ങൾക്കുണ്ടാവുന്ന ഭയം കൊണ്ടാണ് തട്ടിപ്പുകാർക്കെതിരെ പരാതികൾ നൽകാൻ ജനങ്ങൾ മടിക്കുന്നതെന്ന് കമ്മീഷണർ AV ജോർജ് പറഞ്ഞു. ബ്ലേഡ് മാഫിയ പോലുള്ള തട്ടിപ്പുകാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സിറ്റിയിലെ ഈയിടെ രൂപപ്പെടുത്തിയിട്ടുള്ള ആന്റി ഗുണ്ട സ്ക്വാഡ്, ആന്റി നാർക്കോട്ടിക് സ്ക്വാഡിനെ സംബന്ധിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ആരെങ്കിലും നേരിടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മൊയ്തീൻകുട്ടി, കൺട്രോൾ റൂം AC മൊയ്തീൻകുട്ടി നേതൃത്വത്തിൽ അദാലത്തിൽ നിന്ന് ഏർപ്പാട് ചെയ്തിരുന്നു. ആൾക്കാരും എത്തിക്കാണുന്നില്ല. എന്നാൽ തന്നെ ഞങ്ങൾ അതിന്റെ പ്രവർത്തനം കൊണ്ട് കൂടുതൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ ബ്ലേഡ് മാഫിയ, അതുപോലെ തന്നെ വാഹനം പിടിക്കുന്ന ആൾക്കാർ, അതിൽ ഭൂമാഫിയ, ഇതേപോലെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, ആർക്കെങ്കിലും അങ്ങനെയുള്ള ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഈ അദാലത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കൂടുതൽ ആൾക്കാരിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ, ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപത്തിലെത്താൻ സാധിക്കുള്ളൂ. ജനങ്ങൾക്കുള്ള ഇവർക്കുള്ള ഭയം കൊണ്ടാണെന്ന് അറിയില്ല. ഇനി കൂടുതൽ അദാലത്ത് ഇനി നമ്മൾ ആഴ്ചകൾ നടത്തുന്നുണ്ട്. കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ബ്ലേഡ് മാഫിയ, വാഹന തട്ടിപ്പ്, ഭൂമാഫിയ എന്നിവർക്കെതിരെ പരാതികൾ നൽകാനായിരുന്നു അദാലത്ത് നടത്തിയത്. എന്നാൽ പരാതിക്കാരുടെ എണ്ണം കുറവായിരുന്നു. സിപിഎമ്മിന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെ കലാപം നടത്താൻ തയ്യാറുള്ള അണികളെ സ്വാഗതം ചെയ്യുമെന്ന് RMP. CPIM പ്രവർത്തകർ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതും CPMന്റെ വലതുപക്ഷ നിലപാടുകളുടെ പ്രതിഫലനമാണെന്നും RMP നേതാക്കൾ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലാകെ ഇടതുപക്ഷത്തെ നിരായുധമാക്കിയ CPMന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെ കലാപം നടത്താൻ തയ്യാറുള്ള അണികളെ സ്വാഗതം ചെയ്യുമെന്ന് RMP നേതൃത്വം വ്യക്തമാക്കി. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ തോൽവിയോടെ CPM ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ അണികൾ നിരാശരും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടവരുമാണ്. പശ്ചിമബംഗാളിലും കേരളത്തിലും ഉൾപ്പെടെ 10,000-കണക്കിനായ CPM പ്രവർത്തകർ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഭാഗം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിലേക്കും ചേക്കേറുകയാണ്. CPMന്റെ വലതുപക്ഷ നിലപാടുകളുടെ പ്രതിഫലനമാണിത്. ഇതിനെതിരെ അമർഷമുള്ള അണികളെ RMP സ്വാഗതം ചെയ്യുകയാണെന്നും RMP തുടക്കം മുതൽക്കേ സൃഷ്ടിച്ചു പോരുന്ന ഇടതുപക്ഷ ബദലിനു വേണ്ടിയുള്ള അന്വേഷണത്തിന്റെ ഭാഗം കൂടിയാണ് ഈ നിലപാടെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞു, CPM നേതൃത്വമായി ഒരു സമരമുഖത്തും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല. അതേ അവസരത്തിൽ CPM അനുഭാവികൾ P. മോഹനൻ, പിണറായി വിജയൻ, ഇവിടെ ജില്ലാ സെക്രട്ടറി ഭാസ്കരൻ, ഇവരൊക്കെ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ദുഷിച്ചു നാറിയ ഏതെങ്കിലും നേതൃത്വത്തെ ഇപ്പുറം കൊണ്ടുവരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ പ്രശ്നം ഈ നിലപാടുകൾ. ഇപ്പോൾ CPMന്റെ ഏതെങ്കിലും നേതൃത്വം ഈ സമരത്തിൽ വരുമെന്ന ധാരണമാർക്കും വേണ്ട. കാരണം നേതൃത്വം വലതുപക്ഷ നിലപാടുകൾ തന്നെയാണ്. എന്നാൽ CPMന്റെ ജീർണിച്ച നേതൃത്വവുമായി യാതൊരു തരത്തിലുള്ള ഒത്തുതീർപ്പിനോ യോജിപ്പിനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നില്ലെന്നും അത്തരത്തിലുള്ള വാർത്തകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. RMP നേതാക്കളായ N. വേണു, TS സന്തോഷ്, KK രമ, KS ഹരിഹരൻ, KP പ്രകാശൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ മേഖലയെ പൂർണ്ണമായും കച്ചവടത്തിന് തീറെഴുതി കൊടുക്കുന്ന നിലപാടാണ് UDF സർക്കാരും ആരോഗ്യമന്ത്രിയും സ്വീകരിക്കുന്നതെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ കുറഞ്ഞ ചെലവിൽ പഠിക്കാനുള്ള അവസരമൊരുക്കുവാൻ സർക്കാർ യാതൊരു നീക്കവും ഇതുവരെ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ മേഖലയെ പൂർണ്ണമായും കച്ചവടത്തിന് തീറെഴുതുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് UDF സർക്കാരും ആ സർക്കാരിലെ ആരോഗ്യമന്ത്രിയും ഇന്നേ വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകീകൃത ഫീസ് എന്ന മാനേജ്മെന്റിന്റെ ആവശ്യത്തെ എതിർത്തുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ലഭ്യമായതുപോലെ കുറഞ്ഞ ഫീസിലുള്ള മെഡിക്കൽ പഠനത്തിന്റെ അവസരത്തിന് യാതൊരുവിധ നീക്കങ്ങളും ഇന്നേ വരെ സർക്കാരോ ആരോഗ്യമന്ത്രിയോ ചെയ്തിട്ടില്ല. കേരളത്തിന്റെ നിയമസഭയിൽ 2 തവണ ഇതുമായി ബന്ധപ്പെട്ട MLA-മാരുടെ ചോദ്യത്തിന് ഉടൻ ചർച്ചയുണ്ട് എന്ന് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി ഈ സമയം വരെ അതിന് തയ്യാറായിട്ടില്ല. 4 ലക്ഷം രൂപ മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വലിയ ഫീസാണ് കേരളത്തിലെ 12 സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ അവരുടെ 100% സീറ്റിലും ഇന്ന് ഫീസായി നിശ്ചയിച്ച് അഡ്മിഷൻ പുരോഗതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിച്ച മലബാർ തിരുകൊച്ചി നായർ സമാജത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. NSS മുൻ ഡയറക്ടർ മഞ്ചേരി ഭാസ്കരപിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംഘടനാ ലോഗോ KPCC മെമ്പർ M ശ്രീറാം പ്രകാശനം ചെയ്തു. കോഴിക്കോട് ആസ്ഥാനമായി ആരംഭിച്ച മലബാർ തിരുകൊച്ചി നായർ സമാജത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം NSS മുൻ ഡയറക്ടറും സംഘടനാ രക്ഷാധികാരിയുമായ മഞ്ചേരി ഭാസ്കരപിള്ള നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ രംഗം തുടങ്ങി എല്ലാ മേഖലയിലും നശിച്ചുകൊണ്ടിരിക്കുന്ന നായർ സമുദായത്തെ പുനരുജ്ജീവിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്താത്ത NSSന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സംഘടനയ്ക്ക് രൂപം നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ തനതായ സംസ്കാരം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സമുദായം പല കാരണങ്ങൾ കൊണ്ട് ജീർണതയിൽ അകപ്പെട്ടപ്പോൾ ആ സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നായർ പ്രത്യേക സംഘം എന്ന പേരിൽ കൊല്ലം 1990 തുലാമാസം 15-ാം തീയതി സായങ്കാല സന്ധ്യയിലെ പെരുന്നയിൽ മന്നത്ത് പത്മനാഭന്റെ ഭവനത്തിൽ വെച്ച അദ്ദേഹത്തിന്റെ വന്യമാതാവ് കോഴിക്കോട് NSS താലൂക്ക് യൂണിയൻ മെമ്പറായ റിട്ടയർഡ് ജഡ്ജ് PN ശാന്തകുമാരിയമ്മ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. KPCC മെമ്പർ M ശ്രീറാം ലോഗോ പ്രകാശനം ചെയ്തു. സംഘടനാ ജനറൽ സെക്രട്ടറി PTS ഉണ്ണി, രക്ഷാധികാരി AC പ്രദീപ് കുമാർ, വൈസ് ചെയർമാൻ ശ്രീനിവാസൻ മാസ്റ്റർ, ട്രഷറർ MK നാരായണൻ നായർ, നാരായൺകുട്ടി മാസ്റ്റർ, ഗോവിന്ദൻകുട്ടി നായർ, PK ശ്രീനിവാസൻ നായർ, K പ്രേമരാജൻ, AM ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി സേനയെ വളർത്തിയെടുക്കുവാൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളിലൂടെ സാധ്യമായതായി MK രാഘവൻ MP പറഞ്ഞു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച SSLC ഉന്നത വിജയികളെ അനുമോദിക്കലും SPC ജൂനിയർ ബാച്ച് ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ നേതൃത്വത്തിൽ SPCയിലെ SLC ഉന്നത വിജയികൾക്കുള്ള അനുമോദനവും SPC ജൂനിയർ ബാച്ചിന്റെ ഉദ്ഘാടനവും USS സ്കോളർഷിപ്പ് നേടിയ കേഡറ്റിനെ ആദരിക്കലും സാമൂതിരി ഗുരുവായൂരപ്പൻ ഹാളിൽ വെച്ച് നടന്നു. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സേനയെ വളർത്തിയെടുക്കാൻ സ്റ്റുഡൻസ് കേഡറ്റിലൂടെ സാധിച്ചതായും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകൾ നൽകാൻ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്ക് സാധിക്കണമെന്നും MP പറഞ്ഞു. നമുക്കറിയാതെ നമുക്ക് രാജ്യത്തെത്തുമ്പോൾ രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനം വർദ്ധിക്കുകയാണ്. അപ്പൊ നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള ഒരു ബോധം നമുക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായും SPCയിലൂടെയെങ്കിലും ഉണ്ടാകട്ടെ ആദ്യം. ഇനി അതല്ലെങ്കിൽ അത്തരം ഒരാഴ്ച ഒരു ദിവസം ഈ SSLC ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി എന്താണ് സിവിക് സെൻസ്, എന്താണ് ട്രാഫിക് സെൻസ് നമുക്കവരെ പഠിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ ഗൗരവമായി നിങ്ങൾ എടുക്കണം. ചടങ്ങിൽ MP വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. അടുത്തതായി 9 A+ നേടിയ 8 A+ നേടിയ നന്ദന K, അസിസ്റ്റന്റ് കമ്മീഷണറും SPC നോഡൽ ഓഫീസറുമായ C അരവിന്ദാക്ഷൻ SPC ജൂനിയർ ബാച്ച് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് MT പത്മ, കൌൺസിലർ സക്രിയ P ഹുസൈൻ, കസബ CI ബാബു പെരിങ്ങത്ത്, K ശ്രീകുമാർ, മോഹനൻ, അബ്ദുൾ റസാഖ്, KK ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ ഇടവേള. Kalyan Silk
കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. അപേക്ഷകർക്ക് യഥാസമയം പാസ്പോർട്ട് നൽകണമെന്നും കാലതാമസം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് CPM നേതൃത്വത്തിൽ പ്രവർത്തകർ എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന് മുൻപിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എരഞ്ഞിപ്പാലം പാസ്പോർട്ട് ഓഫീസിന്റെ സ്തംഭനാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPMന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. അപേക്ഷകൾ ലഭിക്കേണ്ട പാസ്പോർട്ട് വൈകിട്ട് വരെ കാത്തിരുന്നിട്ടും ലഭിക്കുന്നില്ല. ദൂരസ്ഥലത്തു നിന്നും എത്തിച്ചേരുന്ന അപേക്ഷകർക്ക് യഥാസമയം പാസ്പോർട്ട് നൽകണമെന്നും കാലതാമസം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കെ ചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ രാജ്യത്തുടനീളം ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദാരവൽക്കരണ സമീപനമുണ്ട്. ആ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാസ്പോർട്ട് ഓഫീസുകൾ തന്നെ അവിടെ നടത്തേണ്ട ജോലികൾ സേവാകേന്ദ്രങ്ങൾക്ക് നൽകിക്കൊണ്ട് സ്വകാര്യവൽക്കരിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് പാസ്പോർട്ട് ഓഫീസുകൾ ഒരു പരിധിവരെ സ്വകാര്യവൽക്കരണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിനപ്പുറം അത് പൂർണ്ണമായി തന്നെ സ്വകാര്യ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കുന്നതിനാവശ്യമായ പരിതസ്ഥിതി സംജാതമാക്കുക എന്നുള്ളതാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി റിയാസ് മുഹമ്മദ്, ടി ലക്ഷ്മണൻ, KP നളിനാക്ഷൻ, വരുൺ ഭാസ്കർ, മോഹനദാസ്, ടി സാജൻ, കൌൺസിലർ കെ സിനി, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി എന്നിവർ സംസാരിച്ചു. ഇനി റമദാൻ വിശേഷങ്ങളിലേക്ക്. നോമ്പ് തുറയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് ഈത്തപ്പഴം. കോഴിക്കോട്ടെ മൊത്ത ചില്ലറ ഈത്തപ്പഴ വിപണിയിൽ തിരക്കേറുകയാണ്. കിലോയ്ക്ക് 60 മുതൽ 4000 മുകളിൽ വരെ വിലയുള്ള രുചി വൈവിധ്യങ്ങളാണ് ഇത്തവണത്തെ ഈത്തപ്പഴ വിപണിയുടെ പ്രത്യേകത. മുസ്ലിം ഭവനങ്ങളിൽ റമദാൻ മാസത്തിലെ നോമ്പ് മുറിക്കുവാൻ വൈകിട്ട് ആദ്യം ഉപയോഗിക്കുന്നത് ഈത്തപ്പഴമാണ്. മലപ്പുറം, കോഴിക്കോടും അടക്കമുള്ള മലബാറിലെ ജില്ലകളിൽ തന്നെയാണ് കേരളത്തിൽ ഈത്തപ്പഴങ്ങൾ ഏറ്റവും കൂടുതൽ ചെലവാകുന്നത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗൾഫ് നാടുകളിലുപരി ടുണീഷ്യ, അൾജീരിയ, ഇസ്രായേൽ തുടങ്ങി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നടക്കം ഈത്തപ്പഴങ്ങൾ കേരള വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ചാക്കുകളിലും മറ്റും എത്തിയിരുന്ന ഇവ ഇപ്പോൾ വൃത്തിയായി പാക്ക് ചെയ്താണ് എത്തുന്നത്. ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനിൽ നിന്നും പച്ചക്കാരക്കയും എത്തുന്നുണ്ട്. കോഴിക്കോട് മൊത്ത വിപണിയുടേത് സമാനമായി ചില്ലറ വിൽപ്പനശാലകളും ഉണർന്നു. സൗദി, ജോർദാൻ, ഇറാൻ, ഒമാൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ സ്വാദേറിയ ഇനങ്ങളും എത്തിയിട്ടുണ്ട്. വിശുദ്ധ ഈത്തപ്പഴം എന്നറിയപ്പെടുന്ന സൗദിയിലെ അൽ അജ്വ, ഈത്തപ്പഴങ്ങളുടെ മഹാരാജാവായ മെഡ്ജോൾ എന്നിവയാണ് മേളകളിലെ താരങ്ങൾ. ഇവ കൂടാതെ ഈത്തപ്പഴം അച്ചാർ, പായസം, ഹൽവ, ബിസ്ക്കറ്റ്, കേക്ക് എന്നിവയും ലഭ്യമാണ്. 200 കോടിയോളം രൂപയുടെ വ്യാപാരമാണ് ഒരു സീസണിൽ ഈത്തപ്പഴ വിപണിയിൽ കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഏകദേശ കണക്ക്. എന്നാൽ വെറും ഈത്തപ്പഴം എന്നതിലുപരി അണ്ടി, ബദാം പോലുള്ള ഡ്രൈ ഫ്രൂട്ടുകൾ ഈത്തപ്പഴവുമായി കൂട്ടിക്കലർത്തിയും ഈത്തപ്പഴത്തിന്റെ കുരുവെടുത്ത് കളഞ്ഞ് അതിനും പകരം അണ്ടി ഉറപ്പിച്ചും വിവിധതരം വൈവിധ്യങ്ങൾ ഉറപ്പാക്കിയുമുള്ള ഉൽപ്പന്നങ്ങളും ഇന്ന് കേരള വിപണിയിൽ ലഭ്യമാണ്. ഈത്തപ്പഴ വിപണിയിലെ മറ്റൊരു പ്രധാന ഇനമാണ് ഉണക്കക്കാരയ്ക്ക. ഒമാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വരുന്നുണ്ടെങ്കിലും ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഉണക്കക്കാരക്ക വരുന്നത് പാകിസ്ഥാനിലെ സക്കറിൽ നിന്നാണ്. പാകിസ്ഥാനിലെ സിന്ധ് മേഖലയിലെ 3ാമത്തെ വലിയ പട്ടണമായ സക്കറിലെ പ്രധാന വാണിജ്യമാണ് ഉണക്കക്കാരക്ക കച്ചവടം. രാജസ്ഥാനിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കാരക്ക എത്തുന്നത്. ചുവപ്പ് നിറത്തിലുള്ള ഇവ അറേബ്യൻ മരുഭൂമിയിലെ പോലെ ചൂടുള്ള മണൽക്കാറ്റേറ്റ് പഴുക്കില്ലെന്നതിനാൽ പച്ചയോടുകൂടി പറിച്ചെടുത്താണ് കേരളത്തിലെത്തിക്കുന്നത്.
കോഴിക്കോട് പോലുള്ള പട്ടണങ്ങളിൽ കൈവണ്ടികളിൽ മറ്റ് ഫ്രൂട്ട്സിന്റെ കൂടെ വെച്ചാണ് കച്ചവടക്കാർ ഇതിന്റെ വിൽപ്പന നടത്തുന്നത്. റഹ്മത്തുള്ള ഖാസിമിയുടെ 13ാം റംസാൻ പ്രഭാഷണ പരിപാടിക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ഇ.ടി. മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പുതിയ പാത തുറക്കാൻ റമദാൻ പ്രചോദനമാകണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമുദായങ്ങളെ പിളർത്താൻ അന്താരാഷ്ട്ര ലോബികൾ പ്രവർത്തിക്കുന്ന വർത്തമാനകാലത്ത് ഐക്യത്തിന്റെയും സമന്വയത്തിന്റെയും പുതിയ പാത വെട്ടാൻ പരിശുദ്ധ റമദാന് പ്രചോദനമാകണമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP അഭിപ്രായപ്പെട്ടു. റഹ്മത്തുള്ള ഖാസിമിയുടെ 13ാം റമദാൻ പ്രഭാഷണം കോഴിക്കോട് അരയടുത്ത പാലത്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നഗറിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. VM ഹുസൈൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. രക്ഷിതാവായ അല്ലാഹു മഹാപ്രതാപശാലി എന്ന വിഷയത്തിൽ റഹ്മത്തുള്ള ഖാസിമി മൂത്തടം പ്രഭാഷണം നടത്തി. സ്രഷ്ടാവിനെക്കുറിച്ച് പഠിക്കാത്തതാണ് ഇന്ന് സമൂഹം നേരിടുന്ന അടിസ്ഥാന പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതിരുകളില്ലാതെ മാനവ മൈത്രിക്ക് വേണ്ടി ഇങ്ങനെയുള്ള മഹാരഥന്മാർ അതിരുകളില്ലാതെ ജാതി മതഭേദത്തിനെ അതിരുകളില്ലാതെ മാനവ നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ച് നമുക്ക് അധ്വാനിക്കാൻ അല്ലാഹു APP തങ്ങൾ കാപ്പാട്, K അബൂബക്കർ മൗലവി, AT ഉമ്മർ കോയ ഹാജി, TP അബ്ദുറഹിമാൻ ഹാജി, ഹംസ ഹാജി പുലാമന്തോൾ, ഇബ്രാഹിം പാലുണ്ട, EP താജുദ്ദീൻ ഫൈസി, ഹാഫിൾ അബ്ദുൽ ഹലീം, AB അബ്ദുൽ നാസർ മുസ്ലിയാർ, MK അബൂബക്കർ ബാക്കവി, വൈത്തല അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ PV ഷാഹുൽ ഹമീദ് സ്വാഗതവും NK റഫീഖ് നന്ദിയും പറഞ്ഞു. 9 ദിവസത്തെ പ്രഭാഷണം രാവിലെ 8:30 മുതൽ 12:30 വരെയാണ്. കോഴിക്കോട് ഉള്ളേരിയിൽ പ്രവർത്തിക്കുന്ന M ദാസൻ മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിക്ക് 6 പുതിയ ശാഖകൾ കൂടി ആരംഭിക്കാൻ അനുവാദം ലഭിച്ചതായി സാരഥികൾ പറഞ്ഞു. പൂർണ്ണമായും സഹകരണ രംഗത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് MDIT. സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് തുടങ്ങിയ 4 കോഴ്സുകളോടുകൂടിയാണ് കോളേജ് 2012-13 പ്രവർത്തനം ആരംഭിച്ചത്. പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ ഈ അക്കാദമിക് വർഷം 6 കോഴ്സുകൾ തുടങ്ങുവാൻ AICTEയുടെയും സർക്കാരിന്റെയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും അംഗീകാരം ലഭിച്ചു. MTech കമ്പ്യൂട്ടർ സയൻസ്, MTech സിവിൽ, BTech മെക്കാനിക്കൽ, BTech അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, BTech സിവിൽ എഞ്ചിനീയറിംഗ് അഡീഷണൽ ബാച്ച്, BTech സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ട് ടൈം എന്നീ കോഴ്സുകൾ ഈ അധ്യയന വർഷം തന്നെ ആരംഭിക്കും. വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ കമ്പനികളിൽ ജോലി ചെയ്യുന്ന പോളിടെക്നിക് ഡിപ്ലോമ യോഗ്യതയുള്ള ജീവനക്കാർക്ക് ഉപരിപഠനത്തിന് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ട് ടൈം കോഴ്സ് തുടങ്ങുവാനും അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും MDIT സാരഥികളായ M മെഹബൂബ്, AK മണി, ഹൈജാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് 3 വർഷം മുമ്പാണ്. അന്ന് ഞങ്ങൾക്ക് 4 ബ്രാഞ്ചാണ്. സിവിൽ, അതേപോലെ തന്നെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, EC, EEE, അതേപോലെ കമ്പ്യൂട്ടർ സയൻസ്. 4 ബ്രാഞ്ചസാണ് ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ തവണ ഞങ്ങൾ ഈ പ്രസ് മീറ്റ് നടത്തുന്നത് കേരളത്തിൽ ഇന്ന് ഈ രംഗത്ത് പ്രഗത്ഭരെല്ലാം ഉണ്ടെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിനും കിട്ടാത്ത രീതിയിൽ 6 ബ്രാഞ്ച് കൂടി ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ 6 ബ്രാഞ്ചിൽ മെക്കാനിക്കൽ, അതേപോലെ തന്നെ സിവിൽ ഒരു അഡീഷണൽ ബ്രാഞ്ച്, ഇൻസ്ട്രുമെന്റേഷൻ, 2 MTech സിവിലും CS-നും MTech, ഒരു സിവിൽ ഈവിൽ ഗവൺമെന്റ് ജീവനക്കാർ അതുപോലുള്ള ആൾക്കാരുടെ ഡിമാൻഡ്സ് വന്നപ്പോൾ അവർ പലരും ഇതിനകത്ത് ഷെയർ ഉടമകളാണ്. അപ്പോൾ തൃശ്ശൂർ മാത്രമാണ് ഈവനിങ് ബ്രാഞ്ച് ഉള്ളത്. അപ്പോൾ ഈവനിങ് ബ്രാഞ്ച്, അങ്ങനെ 6 ബ്രാഞ്ചിന്റെ അനുമതി AICT അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും കേരള ഗവൺമെന്റ് എല്ലാം തന്നെ ഞങ്ങൾ തന്നിരിക്കുകയാണ്. ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ വിവിധ പൂജാതി കർമ്മങ്ങളോടെ നടന്നു. തന്ത്രി ചേന്നാസ് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടന്നത്. ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ കർമ്മം നടന്നു. തന്ത്രി ചെന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച കലശ പരിപാടികളുടെ സമാപനത്തിലാണ് ധ്വജപ്രതിഷ്ഠ നടന്നത്. ഇതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ദശാവതാരങ്ങൾ ചിത്രീകരിച്ച തേക്കിൽ നിർമ്മിച്ച മുഖ്യവാതിലും സ്ഥാപിച്ചു. ലക്ഷത്തോളം ചെലവിലാണ് ധ്വജസ്തംഭവും വാതിലും നിർമ്മിച്ചത്. പ്രതിഷ്ഠിക്കുന്നതിനോടനുബന്ധിച്ച് 5 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവ പരിപാടികൾക്കും കൊടിയേറി. വാർത്തകളിൽ മറ്റൊരിടവേള. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു.
നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രാജ്യാന്തര മാതൃക എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്. ടെക്നിക്കൽ ഹൈസ്കൂളിലെ പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നടക്കാവ് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രാജ്യാന്തര മാതൃക എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്ബ്. ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ പുതിയ പാഠ്യപദ്ധതി പ്രകാരമുള്ള പാഠപുസ്തകങ്ങളുടെ പ്രകാശനം വെസ്റ്റ് ഹിൽ ടെക്നിക്കൽ സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാഠ്യപദ്ധതിയുടെ സമ്പൂർണ്ണ പരിഷ്കാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2 വർഷത്തിനകം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കും. തൊഴിലിനെ പ്രാപ്തമാക്കുന്ന തരത്തിലാണ് ടെക്നിക്കൽ സ്കൂളുകളുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയാവുകയാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ നടക്കാവ് സ്കൂൾ നവീകരിച്ചത് എല്ലായിടത്തും പരീക്ഷിക്കും. എല്ലാ ജില്ലകളിലും നടപ്പാക്കിയ ശേഷം മണ്ഡലങ്ങളിൽ എന്ന നിലയ്ക്ക് പരിഷ്കാരം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികൾക്ക് തൊഴിൽ നേടാൻ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ സൗകര്യമുണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് എല്ലാ മേഖലയിലും നമ്മളിപ്പോൾ പാഠ്യപദ്ധതി പരിഷ്കരിക്കുകയാണ്. എ പ്രദീപ് കുമാർ MLA ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. എസ് രാധാകൃഷ്ണൻ, എൻ ശാന്തകുമാർ, കൌൺസിലർ CS സത്യഭാമ, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ബൈജു ഭായ്, KN സീമ, TS മുരളി, KP സുരേന്ദ്രൻ, KN ശശികുമാർ, BA ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ മേഖലാ ഓഫീസ് കോഴിക്കോട് പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർക്കാണ് ഇവിടെ നിന്നും സേവനങ്ങൾ ലഭ്യമാവുക. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷന്റെ മേഖലാ ഓഫീസ് കോഴിക്കോട് പ്രവർത്തനം തുടങ്ങി. മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ നിന്നുള്ളവർക്ക് ഇവിടെ നിന്നും സേവനങ്ങൾ ലഭ്യമാകും. കലക്ടറേറ്റിലെത്തുന്ന അംഗപരിമിതരായവർക്ക് സ്വയം ഓടിക്കാവുന്ന ജോയിന്റ് സ്റ്റിക്ക് ഘടിപ്പിച്ച വീൽചെയറുകൾ ലഭ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വികലാംഗരായവർക്ക് ഉപയോഗിക്കുന്നതിനുള്ള ട്രൈസൈക്കിളുകൾ കൂടുതൽ പേർക്ക് വിതരണം ചെയ്യും. ഇതിന്റെ ലഭ്യത സംസ്ഥാനത്ത് ഉറപ്പാക്കാനും നടപടിയുണ്ടാകും. ഭാരം കുറഞ്ഞതും അനായാസം ഉപയോഗിക്കാവുന്നതുമായ കൃത്രിമ കൈകാലുകളുടെ നിർമ്മാണ വിദ്യ വികസിപ്പിച്ചെടുക്കും. ഹീമോഫിലിയ രോഗബാധിതരെ ഭിന്നശേഷിയുള്ളവരായി പരിഗണിച്ചുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. വികലാംഗ പുനരധിവാസ കേന്ദ്രം പുനരുജ്ജീവിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ എ പ്രദീപ് കുമാർ MLA അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജ മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ കളക്ടർ CA ലത, KSHPW ചെയർമാൻ കളത്തിൽ അബ്ദുള്ള, കൌൺസിലർ K സത്യനാഥൻ, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, ഭിന്നശേഷിയുള്ളവരുടെ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷിയുള്ളവർക്ക് നൽകുന്ന ഉപകരണങ്ങളുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. മാറാട് ഹിന്ദു സേവാ സമാജത്തിന്റെ വാർഷിക ജനറൽ ബോഡി യോഗം വിവേകാനന്ദ വിദ്യാലയത്തിൽ നടന്നു. മാറാട് SI ഹരിദാസൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മാറാട് ഹിന്ദു സേവാ സമാജത്തിന്റെ 10ാം വാർഷിക ജനറൽ ബോഡി യോഗം വിവേകാനന്ദ വിദ്യാലയത്തിൽ വെച്ച് നടന്നു. ചടങ്ങിൽ SSLC +2 അവാർഡ് ദാനവും സൌജന്യ നോട്ട്ബുക്ക് വിതരണവും നടന്നു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൌജന്യ ഓണക്കിറ്റ് വിതരണം, SSLC അവാർഡ് ദാനം, സൌജന്യ നോട്ട്ബുക്ക് വിതരണം എന്നിവ സംഘടിപ്പിച്ചു വരുന്ന സംഘടനയാണ് ഹിന്ദു സേവാ സമാജം. ഹിന്ദു സേവാ സമാജം പ്രസിഡന്റ് പൊന്നക്കമ്പാട്ട് സുരേന്ദ്രൻ അധ്യക്ഷനായ പരിപാടി മാറാട് SI ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VP മോഹൻലാൽ, M പത്മനാഭൻ, NP ഷാജീവ് എന്നിവർ സംസാരിച്ചു. തന്ത്രി K വേലായുധൻ നായർ പ്രഭാഷണം നടത്തി. സമ്മാനദാനവും നിർവഹിച്ചു. അരീക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ദയാ പെയിൻ പാലിയേറ്റീവ് ഹോം കെയർ നാടിന് സമർപ്പിച്ചു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കിപ്പ് ചെയർമാൻ റിട്ടയർഡ് SP അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അരീക്കാട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ദയാ പെയിൻ പാലിയേറ്റീവ് ഹോം കെയർ സമർപ്പണം നടന്നു. അരീക്കാട് നല്ലളം ദേവദാസ് AIP സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങ് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ട്രസ്റ്റ് തുടങ്ങുകയും അതുമുതൽ തുടങ്ങിയ ബിസിനസ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് ദൈവത്തിന് പറയുന്നു. നമ്മളെല്ലാവരും ഇതിലൊക്കെ ഞങ്ങൾ ബിസിനസ് ചെയ്തിട്ട് മറ്റൊക്കെ ആഗ്രഹിക്കുന്നു മനസ്സമാധാനമാണ്.
നിങ്ങൾക്ക് വേണ്ടി മനസ്സമാധാനമാണ്, എനിക്ക് വേണ്ടി മനസ്സമാധാനം, സന്തോഷവും ദേഷ്യവും സമാധാനപൂർവ്വം മനസ്സിലാണ് ഉണ്ടാവുന്നത്. മനസ്സിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കണം. പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളും പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. അവരോട് ചിരിച്ചാൽ മതി, അവർക്ക് ഒരുപാട്. കിപ് ചെയർമാൻ റിട്ടയർഡ് SP അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ട്രസ്റ്റ് ചെയർമാൻ റിയാസ് അരീക്കാട് അധ്യക്ഷം വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി സജിത് കുമാർ, ജനറൽ സെക്രട്ടറി KM ഹനീഫ, VKC മുഹമ്മദ് കോയ, MC മായൻ ഹാജി, ആദം മുൽസി, സൽമാ റഹ്മാൻ, നഫീസ സെയ്ദു, സബിത കോടി, C ഷെറീന, ഷെരീഫ്, P അബ്ദുൽ ലത്തീഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കൊണ്ടുവന്ന കുട്ടികളുടെ രക്ഷിതാക്കളെ മനുഷ്യക്കടത്ത് ആരോപിച്ച് ജയിലിൽ അടച്ച സംഭവം പ്രതിഷേധാർഹമാണെന്ന് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ. FIR നിന്നും മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് എടുത്തുമാറ്റി ജയിലിൽ കഴിയുന്നവർക്ക് ജാമ്യം ലഭിക്കാനുള്ള അവസരം ഒരുക്കണമെന്നും വെൽഫെയർ പാർട്ടി നേതാക്കൾ പറഞ്ഞു. പ്രകൃതി സംരക്ഷണം ആവശ്യപ്പെട്ട് മലബാറിലെ 6 ജില്ലകളിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ജൂലൈ 5 രാവിലെ 10 മുതൽ മാനാഞ്ചിറ സ്ക്വയറിന് സമീപം കൂട്ട ഉപവാസം നടത്തും. നിയമവിരുദ്ധവും അനിയന്ത്രിതവുമായ ഖനനങ്ങൾക്കെതിരെ പ്രാദേശികമായി നടന്നുവരുന്ന സമരങ്ങളെ ശക്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൂട്ടായ്മയാണിത്. ജൂലൈ 5 രാവിലെ 10 മണി മുതൽ മാനാഞ്ചിറ സ്ക്വയറിന് സമീപം നടക്കുന്ന സത്യാഗ്രഹത്തെ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകരും സാംസ്കാരിക നേതാക്കന്മാരും അഭിസംബോധന ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ബ്രാഞ്ച് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം ആഘോഷിക്കുന്നു. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ 3 സീനിയർ ഡോക്ടർമാരെ ബെസ്റ്റ് ഡോക്ടർ അവാർഡ് നൽകി ആദരിക്കും. ഡോക്ടർ KA സലാം, ഡോക്ടർ PB ഭാർഗവൻ, ഡോക്ടർ CK വാസു എന്നിവർക്കാണ് അവാർഡ്. ജൂലൈ 1 വൈകിട്ട് 8 മണിക്ക് IMA ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ നോർത്ത് മേഖല ADGP N ശങ്കർ റെഡ്ഡി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPMന്റെ കോർപ്പറേറ്റ് അനുകൂല നിലപാടുകൾക്കെതിരെ കലാപം നടത്താൻ തയ്യാറുള്ള അണികളെ സ്വാഗതം ചെയ്യുമെന്ന് RMP. ഭയം കൊണ്ടാണ് തട്ടിപ്പുകാർക്കെതിരെ പരാതികൾ നൽകാൻ ജനങ്ങൾ മടിക്കുന്നതെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ AV ജോർജ്. ഓപ്പറേഷൻ 90 ഗുണ്ടാ നടപടിയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് അദാലത്ത്. സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ മേഖല പൂർണ്ണമായും കച്ചവടത്തിന് തീരെഴുതി കൊടുക്കുന്ന നിലപാടാണ് UDF സർക്കാരും ആരോഗ്യമന്ത്രിയും സ്വീകരിക്കുന്നതെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.